യഥാവിധിയും വിശ്വസ്തയോടും കൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. സത്യത്തിലേ ഈ ആറ്റുനോറ്റുണ്ടായിട്ടുള്ളൊരു കോർപ്പറേഷൻ കയ്യിൽ നിന്ന് വിട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമൊന്നുമല്ല കേട്ടത്. സകല സംഖ്യകളും വാ പൊട്ടി അണ്ടം പൊട്ടി കരയുന്ന ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അങ്ങനെയൊന്നും പറയരുത്, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. അതേന്ന് BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ, എപ്പോൾ വേണമെങ്കിലും തെറിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് സകല സംഘ പരിവാൺസും ആകെ ടെൻഷനിലാണ്. തേരാപ്പാര ഓട്ടമാണ്. കോടതിയിലേക്ക് ഓടുന്നു, അവിടുന്ന് ഓടുന്നു, തിരിച്ചോടുന്നു, പിടിച്ചോടുന്നു. ഇനി ഓടാനുള്ളൊരു സ്ഥലം ബാക്കിയില്ല. നമ്മുടെ സുഗതൻ ഇത്രയും വലിയൊരു പണി തരുമെന്ന് സ്വപ്നത്തെ പോലും ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് സുഗതൻ്റെ മേലുള്ള കപ്പയാണല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം അല്ലേ. സുഗതൻ 8, 9, 10, 11, 12 വട്ടം കൊലക്കേസിലെ പ്രതിയാണ് സുഗതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സുഗതനാണ് അവിടുത്തെ കൗൺസിലറായിട്ട് വന്നതും ആ സുഗതൻ്റെ മേലെയുടെ അവിടുത്തെ കലക്ടർ കാപ്പ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നതും. ഈ കാപ്പ കുറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാപ്പ ചുമത്തുന്നത് കലക്ടറാണെങ്കിലും അതിന് സർക്കാരിൻ്റെ അംഗീകാരം വേണം, സർക്കാരിൻ്റെ ഒരു സമിതിയുടെ അംഗീകാരം വേണം. ഇപ്പോഴാണെങ്കിൽ ഇന്ന് ആ സർക്കാർ ആ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഈ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ജയിലിൽ നിന്ന് ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇനി ഇതിനെതിരെ കോടതിയിലേക്കിട്ട് പോകാനും പറ്റില്ല. പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുള്ളത് ഈ കാപ്പക്ക് ഒരു സമിതി ഉണ്ട്, ഒരു കാപ്പ കൗൺസിലുണ്ട്. അത് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പുതിയ സർക്കാരാണെങ്കിൽ കാപ്പ കൗൺസിൽ ഇതുവരെ രൂപീകരിച്ചിട്ടുമില്ല. അത് രൂപീകരിക്കണം ഇനി ഒരു മാസം അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിയും. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് സുഗതന് മൊത്തത്തിൽ പണി കിട്ടുന്ന എല്ലാ പരിപാടികളും നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം BJP ആറ്റുനോറ്റുണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു. പക്ഷേ ആ ഉണ്ണി എന്താ പറയുക, തുടക്കത്തിലെ ആ ഉണ്ണി അത് തന്നെ, ആ പരിപാടി തന്നെ അതാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ 50 സീറ്റ്, അതായത് 101 സീറ്റാണ് കൗൺസിലർ സീറ്റാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ 50 സീറ്റ് കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും, പിന്നെയുള്ള 50 സീറ്റ് BJP NDA-ക്കും പ്ലസ് ഒരു സീറ്റ് സ്വതന്ത്രനും അവിടെ ഉള്ളത്. അപ്പം ഓൾറെഡി ഈ പറഞ്ഞ 50-ൽ 20 എണ്ണവും എന്താ പറയുക, സ്വന്തം പേരിലും സ്വന്തം അമ്മൂമ്മൻ്റെ പേരിലും അപ്പൂപ്പൻ്റെ പേരിലും അച്ഛൻ്റെ പേരിലും ചാച്ചൻ്റെ പേരിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്നലെ അത് മൊത്തം മാറ്റി ചെയ്യേണ്ടി വന്നു. യഥാവിധിയും വിശ്വസ്തയോടും കൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ സുഗതൻ ജയിലിലാണല്ലോ. വിയൂർ ജയിലിൽ കിടക്കുന്ന സുഗതന് ഇന്നലെ വന്നിട്ട് ഈ മാറ്റി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല. അതോടുകൂടി ആകെ മൊത്തം പ്രശ്നത്തിലായി. അതായത് ഈ 51 എന്ന് പറഞ്ഞത് ആ സ്വതന്ത്രനെ മാറ്റി നിർത്തിയ 50-ൽ 49 പേരെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. സുഗതൻ ഇപ്പോഴും കിടക്കുന്നുണ്ട് വിയൂർ ജയിലിൽ കൊലക്കുറ്റത്തിന്. അതുകൊണ്ട് സുഗതന് കാപ്പിയും കൂടെ ഉള്ളതുകൊണ്ട് സുഗതൻ ഇപ്പോൾ ഒന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുന്നതോളം അല്ലെങ്കിൽ ഇത്രയും സമയത്തിൻ്റെ മേലെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ സുഗതൻ്റെ കൗൺസിലർ സ്ഥാനം മുഞ്ചിപ്പോകും. അതോടുകൂടി BJPയുടെ അവിടുത്തെ ഭരണം വരെ മൂഞ്ചിപ്പോകും. കാരണം കേവല ഭൂരിപക്ഷമല്ല, 51 സീറ്റ് വേണം. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു അവിശ്വാസ പ്രമേയം എങ്ങാനും CPM-ഉം കോൺഗ്രസും കൊണ്ടുവന്ന് കഴിഞ്ഞ് അവരെങ്ങാനും അങ്ങോട്ട് ഒരുമിച്ച് നിന്നാലല്ലോ മൊത്തത്തിൽ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അതെ ആ ഉണ്ണി ചാവിളായി പോകാനുള്ള എല്ലാ ചാൻസും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി സുഗതന് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യമായിരുന്നു. അതായത് ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങൾ നടക്കും എല്ലാ മാസത്തിലും അല്ലേ. മൂന്ന് യോഗങ്ങളിൽ അടുപ്പിച്ച് ഒരു കൗൺസിലർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൗൺസിലർ സ്ഥാനം അവിടെ നഷ്ടപ്പെടും. അതാണ് ഉണ്ടാവാറ്. അപ്പം സുഗതൻ കഴിഞ്ഞ ഏപ്രിലും മെയ്യിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ജൂണിലെ ഈ പറഞ്ഞ ഇന്നിപ്പോൾ 26-ാം തീയതിയായി നടക്കുന്ന കൗൺസിൽ യോഗത്തിലും കൂടെ സുഗതൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ സുഗതൻ്റെ അടപ്പ് തെറിച്ചു പോകും. അതോടുകൂടി കൗൺസിലർ സ്ഥാനം തെറിക്കും. അതോടുകൂടി BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും തെറിച്ചു പോകും. പക്ഷേ നമ്മുടെ മേയർ പറയുന്നത് ഏപ്രിലിൽ സുഗതൻ ഉണ്ടായിരുന്നു, സുഗതൻ സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സുഗതൻ സംഭവം പുറത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൗൺസിൽ യോഗത്തിന് വന്നിട്ടില്ലെങ്കിൽ സുഗതൻ്റെ സൈൻ മേയർ നൈസായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ പേരിൽ ഏതൊക്കെ പുകിലികളും പൊല്ലാപ്പുകളും ഉണ്ടാവുക നമുക്കറിയില്ല. ഇനി ഇൻ കേസ് അതങ്ങ് ഇട്ടുകയാണെങ്കിൽ തന്നെ ഈ വരുന്ന ജൂലൈ 26-നാണ് അടുത്ത കൗൺസിൽ യോഗം ഉണ്ടാവുക. അതിനും കൂടെ സുഗതൻ പങ്കെടുക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം സുഗതൻ വിയൂർ ജയിലാണല്ലോ. ഇടക്കിടക്കിനെ പറഞ്ഞു തരട്ടെ, മറന്നുകൊണ്ടൊക്കെ. അപ്പം ഈ ജൂലൈ 26-ാം തീയതിയുള്ള ഈ കൗൺസിൽ യോഗത്തിലും കൂടെ സുഗതൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതോടുകൂടി BJP, ഞാൻ വീണ്ടും പറയാണ്, BJPയുടെ ചരിത്ര കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അസ്ഥിരത ആയിരിക്കും. കാരണം 50-50-ലാണ് നിൽക്കുന്നത്. സുഗതൻ ജയിലിലായതുകൊണ്ട് 50-50 നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ
തിരുവനന്തപുരം കോർപ്പറേഷൻ വല്ലാത്തൊരു പെടലാണ് പെട്ടത്. ചാണകത്ത് ചവിട്ടുകയും ചെയ്ത് ചാണകത്താണ് മൊത്തം തെറിക്കുകയും ചെയ്ത് തെറിച്ച ചാണകത്തിനാണ് മണം കൊണ്ട് ഇപ്പോൾ നിൽക്കാനും കഴിയുന്നില്ല. ഇതാണ് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരവസ്ഥ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇവരിനിപ്പം ഒരു കൗൺസിൽ, അതായത് ഒരു നമ്മുടെ സർക്കാർ കൗൺസിൽ, കാപ്പ കൗൺസിൽ രൂപീകരിച്ച് അവിടെ അപ്പീൽ കൊടുത്ത് എന്നെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കുന്ന കാര്യമില്ല. സമയപരിധി സുഗതന് നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു കാര്യമുണ്ട്, ഇമാതിരി കൊലക്കേസിലൊക്കെ പോയി തലയിടാൻ പോകുമ്പോഴേ, അല്ലെങ്കിൽ അതിന് മുന്നിട്ട് ഇറങ്ങി പോണ സമയത്ത് സുഗതനൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. ഞാനൊരു ജനപ്രതിനിധിയല്ലേ, ഇങ്ങനെ കൊല്ലാൻ പോവോ അല്ലെങ്കിൽ തല്ലാൻ പോകണമെന്നല്ല സുഗതൻ അന്ന് ആലോചിച്ചിരുന്നെങ്കിൽ സുഗതൻ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് സുഗതന് വേണ്ടിയിട്ട് നമ്മുടെ എന്തായാലും ശിവശങ്കരൻ, നമ്മുടെ അങ്കിൾ ബൺ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ തോക്കുസ്വാമി പറഞ്ഞ പോലത്തെ രാജീവ് ചന്ദ്രശേഖരനും നമ്മുടെ VV രാജേഷും ഒക്കെ എന്തുകൊണ്ടാണ് കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് വാവിട്ട് കരഞ്ഞത് ഇപ്പം മനസ്സിലായില്ലേ? സുഗതൻ അവിടെ ഇല്ലെങ്കിലേ കയ്യിൽ നിന്ന് ഭരണം പോകും. അതുകൊണ്ടായിരുന്നു അന്ന് മുതൽ നമ്മുടെ ചന്ദ്രശേഖരനും അങ്കിൾ ബണ്ണും VV രാജേഷ് അണ്ണനും ഒക്കെ എത്ര പെട്ട് കഷ്ടപ്പെട്ടിരുന്നതും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആദ്യമായിട്ടൊരു ഭരണം കിട്ടിയൊരു അവസ്ഥ. ആ ഭരണം കിട്ടിയിട്ട് 20, അതായത് ഡെപ്യൂട്ടി മേയർ അടക്കം 20 പേരും മാറ്റി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നൊരവസ്ഥ. അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 1-2 ഒക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്ത് മാറ്റി ചെയ്യാൻ വരാറുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് മാറ്റി ചെയ്യാൻ വരാറ്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ 20 എണ്ണം ആവേശം മൂത്ത് കയറിയിട്ട് ജയ് ഭാരത് മാതാവിനെയും അല്ലെങ്കിൽ ആറ്റുകാലമ്മനെയും അയ്യപ്പനെയും ശിവനെയും ഒക്കെ വിളിച്ച സമയത്ത് ദൈവങ്ങൾ ആരും കണ്ണ് തുറന്നില്ല. അവരൊക്കെ കണ്ണടച്ച് തന്നെ നിന്നു. ആ കണ്ണടച്ചതുകൊണ്ട് ഇപ്പം മൊത്തത്തിൽ മൂഞ്ചിത്തെറ്റി നമ്മൾ സുരാജ് പറഞ്ഞ പോലെ വട്ടത്തിലും നീളത്തിലും മൂഞ്ചിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ ഭരണം.